എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 8 പേരിൽ 6 പേരും ഇന്ത്യക്കാരാണ് എന്ന് അറിയിക്കുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നു. സുരേഷ്, വീണ്ടും ആശങ്കയുടെ ദിവസങ്ങൾ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഒരു തരത്തിലും പ്രശ്നപരിഹാരം സാധ്യമാകാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഈ മരിച്ചയാളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെക്കുറിച്ചും ഒപ്പം പരിക്കേറ്റവരാരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ഏതെങ്കിലും വിധത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ള സമയമാണോ ഇപ്പോൾ? ദിവിഷ്, ഇന്നലെ രാത്രി അവസാന വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ രാത്രി എങ്ങനെയാണ് കടന്നു പോകുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ടെന്ന്. ആ ആശങ്ക ബലപ്പെടുത്തുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ രാവിലെ തന്നെ പുറത്തേക്ക് വരുന്നത്. ഇന്ത്യക്കാരന് കൊല്ലപ്പെടുന്നു. അതോടൊപ്പം തന്നെ 8 പേർക്ക് ഈ 2 ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഹോർമൂസിൽ 2ഉം UAE കപ്പലുകളാണ്. അൽ മംബാസ എന്ന് പറയുന്ന കപ്പലും അതോടൊപ്പം തന്നെ അൽ ബഹിയ എന്ന് പറയുന്ന എണ്ണ ടാങ്കറും. ഈ 2 ടാങ്കറുകൾക്ക് നേരെയും മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അതിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നതും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ആ 8 പേർക്ക് പരിക്കേറ്റവരിൽ 4 ഇന്ത്യക്കാരുണ്ട്. അതോടൊപ്പം തന്നെ 2 യുക്രൈൻ സ്വദേശികളുമുണ്ട്. ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന് അധികൃതർ UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാധാരണയുള്ള ചരക്ക് പാത, ആ പാതയ്ക്ക് ബദലായി തന്നെ കഴിഞ്ഞയിടയ്ക്ക് ഒമാനും ഐക്യരാഷ്ട്രസഭയും ചേർന്നിട്ട് ഹോർമൂസിൽ ഒരു പാത തുറന്നിരുന്നു. ആ പാതയിലൂടെ കടന്നു പോകുന്ന ചരക്ക് കപ്പലാണ്, എണ്ണ ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത്. വലിയ ആക്രമണം തന്നെയായിരുന്നു. ചരക്ക് കപ്പലിന് തീപിടിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരൻ എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള ആള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഒമാൻ എംബസിയും ഒക്കെ ചേർന്നിട്ടാണ് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടികൾ ഇനി സ്വീകരിക്കുക. ഏതായാലും രാത്രിയിൽ വലിയ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാകി. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് ഹോർമൂസ് കടലിടുക്കിന്റെ ചുമതല അല്ലെങ്കിൽ സംരക്ഷണം അമേരിക്ക ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ, ചൊവ്വാഴ്ച മുതൽ അമേരിക്കയുടെ കൈകളിലായിരിക്കും ഇനി ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന് ശക്തമായിട്ടുള്ള മറുപടി ഇന്നലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് നൽകിയിരുന്നു. ഞങ്ങൾ ഒരിക്കലും ആ സംരക്ഷകന്റെ ഭാഗമാകാനില്ല, ഞങ്ങൾക്ക് ആ സംരക്ഷകന്റെ ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചത്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് 20% ഫീസ് ഈടാക്കും കപ്പലുകൾക്ക് എന്ന് പറഞ്ഞിരുന്നു. അതിനെയും ഇറാൻ പരിഹസിച്ചിരുന്നു. ഏതായാലും അത്രയധികം ഫീസ് ഞങ്ങൾ ഈടാക്കില്ല, അതിൽ കുറവായിരിക്കും ഞങ്ങളുടെ ഫീസ് എന്നുള്ള വിധത്തിലാണ് പരിഹസിച്ചിരുന്നത്. അതോടൊപ്പം ഇന്നലെ രാത്രി ബന്ദർ അബ്ബാസിൽ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. തെക്കൻ ഇറാനിലാണ് ബന്ദർ അബ്ബാസ് ഉള്ളത്, തുറമുഖ നഗരമാണ്. അവിടെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഹൂതികളുടെ ഭാഗത്തു നിന്ന് സൗദി അറേബ്യയിലേക്കും ഇന്നലെ ആക്രമണം ഉണ്ടായിരുന്നു. രാത്രിയിൽ വലിയ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് അബ്ബ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നടത്തിയിട്ടുള്ളത്. കപ്പലുകളിലെല്ലാം ഗൾഫിലെ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുകയാണോ? ഒരു കപ്പൽ പോലും ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാത്ത സ്ഥിതിയാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇന്നലെ സാധാരണ ഒരു 30 കപ്പലുകളൊക്കെ കടന്നു പോകാറുണ്ടായിരുന്നു ഈ സംഘർഷം അല്പം ഒരു അയവ് വന്ന ശേഷം. പക്ഷേ ഇന്നലെ ആകെ 6 ചരക്ക് കപ്പലുകൾ മാത്രമാണ് ഹോർമൂസിലൂടെ കടന്നു പോയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപ്പലുകളുടെ നീക്കം ഏതാണ്ട് നിലച്ചതാണ്. കാരണം വലിയ ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ആക്രമണവും ഉണ്ടാകുന്നുണ്ട്. അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു ഇറാനിലേക്ക് വരുന്നതോ ഇറാനിൽ നിന്ന് പോകുന്നതോ ആയിട്ടുള്ള കപ്പലുകൾ തടയും. മാത്രമല്ല, ഹോർമൂസിൽ അമേരിക്കയുടെ ഉപരോധം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ ചരക്ക് കപ്പലുകളും തടയും. മറ്റ് ചരക്ക് കപ്പലുകൾക്കൊക്കെ 20% ഫീസ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ പുതിയ പാതയിലൂടെ മാത്രമാണ് ചരക്ക് കപ്പലുകൾ ഇടയ്ക്ക് നീങ്ങിയിരുന്നത്. അവിടെയും ആക്രമണം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് ഏതാണ്ട് നിശ്ചലമാണ്. അത് നമുക്ക് അന്താരാഷ്ട്ര എണ്ണ വിലയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. ഏതാണ്ട് 9% വർധനയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിന് ഉണ്ടായിട്ടുള്ളത്. 74 എത്തിയിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർദ്ധിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് $83 എത്തി നിൽക്കുകയാണ്. അത്രയ്ക്ക് വലിയ വർധന ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് ലഭിക്കുന്ന പെട്രോളിലും ഡീസലിലും ഒക്കെ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഏതായാലും ഈ മേഖലയിലൂടെ ഇപ്പോൾ ചരക്ക് നീക്കം ഏതാണ്ട് നിലച്ചൊരവസ്ഥയാണ്.